Hi friends, നമുക്കൊരു ടെറസിൻ്റെ മുകളിൽ ചെറുതായിട്ടൊരു കൃഷി പരിപാടികളൊക്കെ ഉണ്ട്. ഒരു ചെറിയൊരു ഹൈഡ്രോപോണിക് സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയൊക്കെ ഒരു ചാനൽ വേറെ ഉണ്ട്. കുറേ കൃഷി കാര്യങ്ങളൊക്കെ പറയുന്ന വേറെ ചാനലുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഈയിടെ ആയപ്പോഴേക്കും നമ്മുടെ കൃഷി സ്ഥലത്തൊരു ഇഷ്യൂ, അതായത് നമുക്ക് ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി ഒക്കെ നന്നായിട്ട് കൂടിയ സമയത്ത് ചെറിയൊരു ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടായി. അപ്പോൾ ആ സമയത്താണ് ഞാൻ വിചാരിച്ചത് നമുക്കൊരു ചെറിയൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തുള്ള ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റിയൊക്കെ ഒന്ന് സെൻസ് ചെയ്ത് നമുക്ക് അപ്പോഴപ്പോഴേ കിട്ടുന്ന ഡേറ്റയൊക്കെ ഒന്ന് ഇവിടുത്തെ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അടുത്ത വർഷവും ഇതുപോലൊരു ഇഷ്യൂ ഉണ്ടാവാനാണെങ്കിൽ അത് ഏത് സമയത്തൊക്കെ ഉണ്ടാവും, എത്രയൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു നമുക്കൊരു ലോഗ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ Arduino ഉപയോഗിച്ചിട്ട് ചെറിയൊരു ഹ്യൂമിഡിറ്റി ആൻഡ് ടെമ്പറേച്ചർ സെൻസർ ഉണ്ടാക്കി. അപ്പോൾ നമ്മുടെ ഗ്രോ ഏരിയയിൽ നിന്ന് റീഡ് ചെയ്യുന്ന ഹ്യൂമിഡിറ്റി ആൻഡ് ടെമ്പറേച്ചറിൻ്റെ ഡാറ്റ ഒരു ചെറിയൊരു OLEDയിൽ ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിലാണ് അത് ഉണ്ടാക്കിയത്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ സിമ്പിളായിട്ടുള്ളൊരു കോഡ് ഉപയോഗിച്ചിട്ട് Arduinoയിൽ ഇങ്ങനെ ഒരു ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി സെൻസർ ഉണ്ടാക്കാൻ പറ്റിയാൽ നമുക്ക് ഇതുപോലൊരു ഹൈഡ്രോപോണിക് സിസ്റ്റം അല്ലെങ്കിൽ ചെറിയൊരു ഫാമിനകത്തുള്ള ഇതുപോലുള്ള ഡേറ്റാസൊക്കെ നമുക്ക് എടുത്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ സന്തോഷ്. ഇത് 0 വാട്ട് എന്ന യൂട്യൂബ് ചാനൽ ടെക്നിക്കൽ കാര്യങ്ങളും പിന്നെ കുറച്ച് അൺബോക്സിങ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വിവരിക്കുന്ന കുറച്ച് വീഡിയോകളാണ് ചാനലുള്ളത്. അപ്പോൾ വീഡിയോകൾ മുടങ്ങാതെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കുത്തിപ്പൊട്ടിച്ചേക്കൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഹൈഡ്രോപോണിക് ഫാമിൻ്റെ അകത്തുള്ള വേരിയബിൾസ്, അതായത് ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പ്രോജക്റ്റിന് നമുക്ക് വേണ്ടത് ഒരു ബ്രെഡ് ബോർഡാണ്. നമുക്ക് ബ്രെഡ് ബോർഡിന് വേണമെന്നില്ല, ഒരു കോമൺ PCBയിൽ അസംബിൾ ചെയ്യാം. പക്ഷേ നമ്മൾ കോമൺ ആയിട്ട് എക്സ്പെരിമെൻ്റൽ പ്രോജക്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് ഒരു ബ്രെഡ് ബോർഡ്. അതിൻ്റെ മേളിൽ ഞാനൊരു Nodemcu ESP8266 ഉള്ള ഒരു Nodemcu വെച്ചിട്ടുണ്ട്. ഇത് ഓൾറെഡി ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. Nodemcu എന്താണെന്നും അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ ഇഷ്ടംപോലെ യൂട്യൂബിലും നെറ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. IoTയും പിന്നെ ഹോം ഓട്ടോമേഷനും പിന്നെ നമ്മുടെ ഇതുപോലത്തെ ഫാമിനകത്തുള്ള കുറേ കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാനും സെൻസർ ഡേറ്റ എടുക്കാനും അത് നമ്മുടെ സെർവറിലൊക്കെ ട്രാൻസ്ഫർ ചെയ്യാം, അങ്ങനെ കുറേ IoT പ്രോജക്ട്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞ് മൈക്രോ കൺട്രോളറാണ് ഈ ESP8266 ഉള്ള Nodemcu. ഇതിനകത്ത് വൈഫൈ കാപ്പബിലിറ്റി ഒക്കെ ഉണ്ട്, പിന്നെ കുറേ ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇഷ്ടംപോലെ നെറ്റിലുണ്ട്, ഞാനിവിടെ പറയുന്നില്ല. നമ്മളിതെങ്ങനെയാണ് നമ്മുടെ ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി സെൻസ് ചെയ്യാനായിട്ട് വയർ ചെയ്യുന്നതെന്ന് മാത്രം പറയാം. അടുത്ത് നമുക്ക് വേണ്ട ആവശ്യമുള്ളൊരു ഘടകം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് DHT22 എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി സെൻസറാണ്. DHT11 എന്ന് പറയുന്ന വേറൊരു സെൻസറുണ്ട്, പക്ഷേ ഇത് തമ്മിൽ ഇച്ചിരി വ്യത്യാസമൊക്കെ ഉണ്ട്. എൻ്റെ ഇരിക്കുന്നത് DHT22 എന്ന് പറയുന്ന ഈ ഒരു മൊഡ്യൂളാണ്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്ലസും പിന്നെ ഒരു ഔട്ട് എന്ന് പറഞ്ഞിട്ട് ലേബിൾ ചെയ്തിട്ടൊരു പിന്നും പിന്നെ ഇവിടെ നെഗറ്റീവ് ഗ്രൗണ്ടിൻ്റെ ഒരു പിന്നും ഉണ്ട്. 3 പിന്നിലൂടെയാണ് നമ്മൾക്കതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത്. ഇത് 5 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ സെൻട്രൽ പിന്നിൽ നിന്നാണ് നമുക്ക് ഡേറ്റ ഔട്ട് കിട്ടുന്നത്. പിന്നെ നമ്മുടെ സെൻസർ എടുക്കുന്ന ഡേറ്റ പ്രോസസ്സ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് നമ്മുടെ ഒരു OLED ഡിസ്പ്ലേ ഉണ്ട്. ഇത് 3.3 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന 0.96 ഇഞ്ച് സൈസുള്ള 128x64 പിക്സൽസ് ഡിസ്പ്ലേ ആണ്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് 4 പിന്നാണ് കാണാൻ പറ്റുന്നത്. ഒന്ന് VCC വോൾട്ടേജ് അപ്ലൈ ചെയ്യാനും, ഒന്ന് ഗ്രൗണ്ട്, പിന്നെ ഒന്ന് സീരിയൽ ക്ലോക്ക്, പിന്നെ ഒന്ന് സീരിയൽ ഡേറ്റ. അപ്പോൾ ഈ 4 പിന്നുള്ളതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ വയറിംഗ് ഒക്കെ വളരെ ഈസിയാണ്. ഇത് I2C പ്രോട്ടോക്കോളിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു ബസ്സിൽ തന്നെ ഇതുപോലെ ഡിഫറെൻറ്റ് I2Cയിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിന് ഓരോ ഇൻഡിവിജ്വലായിട്ട് അഡ്രസ്സ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് I2Cയിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസസിൻ്റെ പ്രത്യേകത. പിന്നെ വേണ്ടത് കുറച്ച് വയറുകളാണ്. ഇത്രയേ ഉള്ളൂ. ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി സെൻസറിനെ വയർ ചെയ്യാൻ പോകുന്നത്. നമുക്കിനി നേരത്തെ എങ്ങനെ വയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഡിസ്പ്ലേ നമുക്ക് ബ്രെഡ് ബോർഡിൽ തന്നെ ഫിറ്റ് ചെയ്യാം. ഏതെങ്കിലും ഒരു 4 പിന്നിൽ ഞാൻ ഡിസ്പ്ലേ ഫിറ്റ് ചെയ്യാണ്. അടുത്തത് നമ്മുടെ DHT സെൻസർ വയർ ചെയ്യാൻ പോവുകയാണ്. ഇതിൽ നമുക്ക് 3 വയറുള്ള കേബിളാണുള്ളത്. ഇതിൽ വയലറ്റ് നമുക്ക് പോസിറ്റീവായിട്ടും ഗ്രേ നമുക്ക് നെഗറ്റീവായിട്ടും കണക്ക് കൂട്ടിയിട്ട് സെൻറ്ററിലുള്ളത്, അതായത് ഈ പർപ്പിൾ കളർ വയറാണ് നമ്മുടെ ഡേറ്റ. ഓക്കെ, അതിനുശേഷം നമുക്കിതിനെ മൈക്രോ കൺട്രോളിലേക്ക് കണക്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻസർ വർക്ക് ചെയ്യാനായിട്ട് 5 വോൾട്ടാണ് വേണ്ടത്. നമ്മുടെ Nodemcuവിൽ തന്നെ നമുക്ക് 5 വോൾട്ട് കിട്ടുന്ന ഒരു പിന്നുണ്ട്. അതായത് ഈ ഫസ്റ്റ് കാണുന്ന VIN എന്ന് പറയുന്ന പിന്ന് അതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 വോൾട്ടിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. നമുക്കതിലേക്ക് നമ്മുടെ പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഗ്രൗണ്ടും ഉണ്ട്. അവിടെ തന്നെ നമുക്ക് ഗ്രൗണ്ടും കണക്ട് ചെയ്യാം. പിന്നെ ഉള്ളത് നമ്മുടെ ഡേറ്റ പിന്നാണ്. ഡേറ്റ നമ്മൾ GPIO14ലാണ് കണക്ട് ചെയ്യുന്നത്. GPIO14 എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്തുള്ള D5 എന്ന് പറഞ്ഞ പിന്നാണ്. താഴത്തെ റോയിലാണ് D5യുടെ പിന്നുള്ളത്. നമ്മളതിലേക്ക് ഡേറ്റ കണക്ട് ചെയ്യുന്നു. ഇത്ര ആയപ്പോഴേക്കും നമ്മുടെ Nodemcuവിലോട്ട് DHT സെൻസറിൻ്റെ വയറിങ് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് LCD ഡിസ്പ്ലേയിലേക്കുള്ള വയറിംഗ് ആണ്. നമുക്ക് ഡിസ്പ്ലേക്ക് ആവശ്യമുള്ള 3.3 വോൾട്ടും നമുക്ക് ഈ Nodemcu ബോർഡിൽ തന്നെ കിട്ടും.
ഇനി നീല വയറാണ് പോസിറ്റീവായിട്ട് യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ വി ഇന്നിലേക്ക് കണക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇതിനകത്ത് 3.3 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ പിന്നിലേക്ക് കണക്ട് ചെയ്യുകയാണ്. അതുപോലെ ഗ്രൗണ്ടിന് വേണ്ടിയിട്ടൊരു വെള്ള വയറുണ്ട്, നമ്മൾ ഇതിനകത്തുള്ള ഗ്രൗണ്ടിലേക്കും കണക്ട് ചെയ്യുകയാണ്. ഇത്രയായപ്പോഴും നമ്മുടെ ഡിസ്പ്ലേയിലേക്കുള്ള പവർ സപ്ലൈ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് സീരിയൽ ക്ലോക്കും സീരിയൽ ഡേറ്റയാണ് കണക്ട് ചെയ്യേണ്ടത്. ഡിസ്പ്ലേയിലെ മൂന്നാമത്തെ പിന്നാണ് ഇതിനകത്തുള്ള സീരിയൽ ക്ലോക്ക്. നമുക്കതിന് D1ലേക്ക് കണക്ട് ചെയ്യാം. നാലാമത്തെ പിന്നാണ് സീരിയൽ ഡേറ്റ. നമുക്കതിനെ D2ലേക്കും കണക്ട് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സെൻസറും അതുപോലെ തന്നെ OLED ഡിസ്പ്ലേയും കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത് ഇതിൻ്റെ കോഡിംഗ് ആണ്. അപ്പോൾ നമുക്കിതെങ്ങനെ പ്രോഗ്രാം ചെയ്യാമെന്ന് നോക്കാം. അസംബ്ലിയൊക്കെ കണ്ടു കഴിഞ്ഞു. അതിനകത്ത് നമ്മൾ മൈക്രോ കൺട്രോളറും പിന്നെ OLED ഡിസ്പ്ലേയും പിന്നെ DHT സെൻസറൊക്കെ കണക്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് കണ്ടു. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് അതിൻ്റെ കോഡിങ്ങിലേക്കാണ്. കോഡിങ്ങിനായിട്ട് നമ്മൾ ആർഡ്രീനോയുടെ IDE ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനകത്തൊരു പുതിയ ഡോക്യുമെൻ്റ് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ആൾറെഡി തന്നെ ബോർഡ് മാനേജറും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പോർട്ട്സൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ പറ്റി ഒരുപാട് ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് ഞാനതൊന്നും ഇവിടെ പറയുന്നില്ല. നമ്മൾ മെയിനായിട്ട് ഇതിനകത്തൊരു സിമ്പിൾ കോഡ് എഴുതി നമ്മുടെ DHT സെൻസറിൽ നിന്ന് വരുന്ന ഡേറ്റ OLED ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്ന മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതിനകത്ത് കുറച്ച് ലൈബ്രറീസ് ഡിഫൈൻ ചെയ്യാനുണ്ട്. അതിൽ ആദ്യത്തെയാണ് വയർ ഡോട്ട് എച്ച്. വയർ ഡോട്ട് എച്ച് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു I2C പ്രോട്ടോക്കോൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് I2C ഡിവൈസസ് നമ്മുടെ ബോർഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ലൈബ്രറിയിലുള്ളത്. അതിനുശേഷം നമുക്ക് ഗ്രാഫിക്സിന്, അതായത് OLED ഡിസ്പ്ലേയിൽ ഗ്രാഫിക്സ് കാണിക്കാൻ വേണ്ടിയിട്ട് അഡാപ്റ്ററിൻ്റെ ഒരു ഗ്രാഫിക്സ് ലൈബ്രറി ഉണ്ട്. അതിനുശേഷം അഡാപ്റ്ററിൻ്റെ തന്നെ OLED ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലൈബ്രറി ഉണ്ട്. പിന്നെ DHT സെൻസറിന് വേണ്ടിയിട്ടുള്ള ഒരു ലൈബ്രറി ഉണ്ട്. അതും കൂടെ നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. അതിനുശേഷം കുറച്ച് ഡീറ്റെയിൽസ് ഡിഫൈൻ ചെയ്യാനുണ്ട്. അതിൽ ആദ്യത്തെയാണ് നമ്മുടെ DHT സെൻസറിൽ നിന്ന് ഡേറ്റ വരുന്ന പിന്ന് ഡിഫൈൻ ചെയ്യുക എന്നുള്ളത്. ഞാനിവിടെ പിൻ നമ്പർ 14, അതായത് GPIO പിൻ നമ്പർ 14 ആണ് DHT സെൻസർ ഡേറ്റ റീഡ് ചെയ്യുന്നത്. നമ്മുടെ ബോർഡിനകത്ത് T5 എന്ന് പറഞ്ഞ പിന്ന്. രണ്ടാമത് ഡിഫൈൻ ചെയ്തത് DHT ടൈപ്പാണ്. നമ്മുടെ ഡിജിറ്റൽ ഹ്യൂമിഡിറ്റി സെൻസർ അതിന് 2 ടൈപ്പ് വരുന്നുണ്ട്, DHT22 DHT11. ഞാനിവിടെ ഉപയോഗിക്കുന്നത് DHT22 ആണ്. അതുകൊണ്ടാണ് ഈ സാധനം ഡിഫൈൻ ചെയ്തത്. പിന്നെ നമ്മുടെ സ്ക്രീൻ വിഡ്ത്തും സ്ക്രീൻ ഹൈറ്റും ഡിഫൈൻ ചെയ്യണം. എന്നോട് ഉപയോഗിക്കുന്ന ഡിസ്പ്ലേയിൽ 128 പിക്സൽസാണ് അതിൻ്റെ വിഡ്ത്ത്, 64 പിക്സൽസ് ഹൈറ്റും ഉണ്ട്. പിന്നെ OLEDക്ക് റീസെറ്റിന് വേണ്ടിയിട്ടൊരു -1 കൊടുക്കാനുണ്ട്. അതായത് നമ്മുടെ ആർഡ്രീനോ ബോർഡിൻ്റെ ഒരു പിന്ന് ഉപയോഗിച്ചിട്ടല്ല അതിനകത്ത് OLED റീസെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ -1 എന്ന് പറഞ്ഞ വാല്യൂ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ സ്ക്രീനിന്, അതായത് OLEDക്ക് വേണ്ടിയിട്ടൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം നമ്മുടെ ലൈബ്രറിയിലേക്ക് വേണ്ടി. അതിനായിട്ട് നമ്മൾ അതിനകത്ത് സ്ക്രീൻ വിഡ്ത്ത് പിന്നെ സ്ക്രീൻ ഹൈറ്റ് ആംപ്രസെൻറ്റ് വയർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ, പിന്നെ നമ്മുടെ OLED റീസെറ്റിൻ്റെ വാല്യൂ, പിന്നെ DHTയുടെ പിന്നിവിടെ പറഞ്ഞു കൊടുക്കണം. ഇത് DHT ഡിഫൈൻ ചെയ്തതാണ്. ഇത്രയും കഴിഞ്ഞ ശേഷം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പ്രോഗ്രാം റണ്ണാവുന്ന സമയത്ത് OLEDൽ നമുക്കൊരു വെൽക്കം സ്ക്രീൻ കാണിക്കാം. നമുക്ക് നമ്മുടെ ലോഗോയോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റോ എന്തെങ്കിലുമൊക്കെ കാണിക്കാം. ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഫ്രഷ് ലീവ്സിൻ്റെ ലോഗോയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതിനകത്തൊരു ബൈറ്റ് അറേ ഡിഫൈൻ ചെയ്യാനുണ്ട്. ബൈറ്റ് ഏരിയ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഓൺലൈനായിട്ട് പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. അതിനുവേണ്ടി നമുക്ക് ഫോട്ടോഷോപ്പിൽ നമ്മുടെ ലോഗോ നമ്മുടെ ഡിസ്പ്ലേയുടെ സൈസിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാം. 128 പിക്സൽസ് വിഡ്ത്തും 64 പിക്സൽസ് ഹൈറ്റിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഗ്രേ സ്കെയിലല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ഇമേജ് ഉണ്ടാക്കിയിട്ട് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. ആ സേവ് ചെയ്ത ഫയലിൽ നമുക്കൊരു ഓൺലൈൻ സൈറ്റ് ഉണ്ട്, അതിനകത്ത് കയറ്റി നമുക്കതിൻ്റെ ബൈറ്റ് ഏരിയ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഇത് കോപ്പി ചെയ്ത് നമ്മുടെ പ്രോഗ്രാമിനകത്തോട്ട് ഇട്ടാൽ മതി. അടുത്ത് നമുക്ക് ഇതിനകത്തേക്കുള്ള മെയിൻ കോഡ് എഴുതാം. അതിലായിട്ട് ആദ്യം നമുക്ക് ഡിസ്പ്ലേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്പ്ലേ ഡോട്ട് ബിഗിൻ നമ്മുടെ പ്രോഗ്രാമിനകത്തുനിന്ന് ഡിസ്പ്ലേ നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യണം. അതിനകത്തുള്ള സർക്യൂട്ടിനകത്തുള്ള ഒരു ഇൻറ്റേർണൽ സർക്യൂട്ടിന് പമ്പ് ഓൺ ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ I2C അഡ്രസ്സ് ഇതിനകത്ത് കൊടുക്കുകയാണ്. I2C ബസ്സിനകത്തുള്ള ഡിവൈസസ് ഇതുപോലെ ഓരോ അഡ്രസ്സ് വെച്ചിട്ടാണ് മിക്കവാറും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. OLED ഡിസ്പ്ലേസ് മിക്കവാറും 0x3C എന്ന് പറഞ്ഞൊരു അഡ്രസ്സിലായിരിക്കും. ചില സമയത്ത് 0x3D ആയിരിക്കും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസിൻ്റെ I2C അഡ്രസ്സ് കിട്ടാനായിട്ടുള്ള പ്രോഗ്രാംസ് വേറെയുണ്ട്. അത് ഓൺലൈനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന OLED അഡ്രസ്സ് ഇതാണ്, അതുകൊണ്ടാണ് ഞാനിതിവിടെ കൊടുത്തത്.
ഡിസ്പ്ലേ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്ക് ക്ലിയർ ഡിസ്പ്ലേ കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ കൊടുത്ത ലോഗോ ഡിസ്പ്ലേ ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, അതായത് പിക്സലിൻ്റെ എക്സ് വൈ പൊസിഷനാണ് ആദ്യം കൊടുക്കുന്നത്. നമ്മൾ 0 പിക്സൽ മുതൽ 0 പിക്സൽ എക്സ് വൈയും 0 കൊടുത്തു. എന്നിട്ട് നമ്മുടെ ബൈറ്റ് ഏരിയ വിളിക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും പിന്നെ കളറും, അതിനുശേഷം അത് ഡിസ്പ്ലേ ചെയ്യുകയാണ്. പിന്നെ നമുക്കൊരു ചെറിയ ഡിലേ കൊടുക്കാം. എന്നിട്ട് നമുക്ക് DHT റീഡ് ചെയ്യാൻ തുടങ്ങാം. അതിനുശേഷം ഒരു ഡിലേ കൊടുക്കാം. നമ്മുടെ DHT എന്ന് വരുന്ന ഡേറ്റ ഇച്ചിരി സ്ലോ ആണ്. ഇനി നമുക്ക് ബാക്കി വരുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ലൂപ്പിനകത്താണ് എഴുതാൻ പോകുന്നത്. ലൂപ്പിനകത്ത് നമ്മൾ ആദ്യം നമ്മുടെ ഹ്യൂമിഡിറ്റി സെൻസറിൽ നിന്നുള്ള ഡേറ്റ റീഡ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് ടെമ്പറേച്ചറിനുള്ള ഡേറ്റയും റീഡ് ചെയ്ത് T എന്ന് പറഞ്ഞൊരു വേരിയബിളിനകത്ത് വയ്ക്കുകയാണ്. ഈ രണ്ട് വാല്യൂവും വാലിഡ് ആയിട്ടുള്ള വാല്യൂ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. ഇത്രയപ്പോഴും നമ്മൾ ഡാറ്റ ഒക്കെ റീഡ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളിനി ഇതിനെ OLEDലേക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഡിസ്പ്ലേ ഒന്ന് ക്ലിയർ ചെയ്യുക. ടെക്സ്റ്റ് സൈസ് 1 കൊടുത്തു. ടെക്സ്റ്റ് കളർ വൈറ്റ് കൊടുത്തു. ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക നമുക്കൊരു ഭംഗിക്ക് ബോർഡറിന് വേണ്ടിയിട്ട്. നമ്മുടെ 0 പൊസിഷൻ തൊട്ട് 128-64 പിക്സൽസ് വരെ വൈറ്റ് കളറിൽ ഒരു ബോക്സ്. എന്നിട്ട് നമ്മൾ അതിൻ്റെ വാല്യൂ കാണിക്കാൻ പോവുകയാണ്. ഏകദേശം സെൻട്രലായിട്ട് വരുന്ന രീതിയിലുള്ളൊരു കോർഡിനേറ്റ്സാണ് ഇവിടെ കൊടുത്തത്. ടെമ്പറേച്ചർ എന്നുള്ളൊരു ടെക്സ്റ്റ് കൊടുക്കുകയാണ്. ഇത് കാണിക്കുന്നത്, അടുത്ത് കാണിക്കാൻ പോകുന്നത് ടെക്സ്റ്റ് സൈസ് 3-ലാണ്. വലിയൊരു ടെക്സ്റ്റിൽ അതിനകത്ത് ഡിസ്പ്ലേയുടെ സെൻട്രലായിട്ട്, ഏകദേശം സെൻട്രലായിട്ട് നമ്മൾ അതിനകത്തുള്ള വാല്യൂ കാണിക്കാൻ പോവുകയാണ്. ടെമ്പറേച്ചറിൻ്റെ വാല്യൂ ആണ് ഇവിടെ കാണിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ താഴെ വാല്യൂ യൂണിറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് സൈസ് 1-നകത്ത് നമ്മൾ ഏകദേശം ഒരു ഏറ്റവും താഴത്തെ ലൈനായിട്ട് ഡിഗ്രീസ് ഇൻ സെൽഷ്യസ് ഒന്ന് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തത്. ഇത്രയേ ഉള്ളൂ. ഇനി ഇത്രയും കൊടുത്ത കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യണം. ഇത്രയും ആയപ്പോഴേക്കും നമ്മുടെ ടെമ്പറേച്ചർ ഡിസ്പ്ലേ ചെയ്യേണ്ട കോഡായി കഴിഞ്ഞു. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഹ്യൂമിഡിറ്റി കാണിക്കേണ്ട ഒരു കോഡ് കൂടെ എഴുതാറുണ്ട്. അത് നമുക്ക് സെയിം സാധനം തന്നെ യൂസ് ചെയ്യാം. പക്ഷേ നമ്മളതിനൊരു ഡിലേ കഴിഞ്ഞിട്ടാണ് പ്രിൻറ്റ് ചെയ്യിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഹ്യൂമിഡിറ്റിയാണ്. H എന്ന് പറയുന്ന വേരിയബിളാണ് ഹ്യൂമിഡിറ്റി സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ H ഇവിടെ ഇട്ടു ഇൻ പെർസെൻറ്റേജ്. എന്നിട്ട് നമ്മളൊരു ഡിലേ കൊടുത്തു. ഇത്രയേ ഉള്ളൂ. നമുക്കത് സേവ് ചെയ്യാം. കമ്പനിയിലേക്ക് നമ്മൾ വിട്ടുപോയിട്ടുള്ള സിൻടാക്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സക്സസ്ഫുള്ളി നമ്മുടെ പ്രോഗ്രാം കമ്പൈൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിതിനെ Arduino ബോർഡിലോട്ട് റൈറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പ്രോഗ്രാം നമ്മുടെ മൈക്രോ കൺട്രോളിനകത്തേക്ക് സേവ് ആയി കഴിഞ്ഞു. ഇനി നമ്മളതിനെ റൺ ചെയ്താൽ മതി. അത് ഓട്ടോമാറ്റിക്കായി റണ്ണാവും. ഇനി നമുക്ക് സിസ്റ്റത്തിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് പവർ അഡാപ്റ്ററിലോ അല്ലെങ്കിൽ പവർ ബാങ്കിലോ കണക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫാമിൽ കൊണ്ടുപോയി അവിടുത്തെ ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറൊക്കെ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുണ്ടാക്കി ഈ ഒരു ഡിവൈസ് വെച്ചിട്ട് ഒരു ഗ്രോ ഏരിയയിലുള്ള ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതിലേക്കായിട്ട് ഈ സെൻസർ ഈ ഒരു ഗ്രോ ഏരിയയിലേക്ക് ജസ്റ്റ് ഒന്ന് ഇറക്കി വയ്ക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഈ ഡിവൈസ് ഒന്ന് പവർ ചെയ്യാൻ പോവുകയാണ്. ഇതിനകത്തിപ്പോൾ 35 ഡിഗ്രി ടെമ്പറേച്ചറും കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു 89% ഇപ്പോൾ കൂടിയിട്ടുണ്ട്, 92%. അപ്പോൾ ഏകദേശം ഒരു 90% മേളിൽ ഹ്യൂമിഡിറ്റി നമുക്ക് ഇതിനകത്ത് തന്നെ ഉണ്ട്. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഹ്യൂമിഡിറ്റിയാണ് നമ്മുടെ ഗ്രോ ഏരിയയിൽ, നമ്മുടെ ഈ മിൻറ്റിൻ്റെ തണ്ടുകൾ വരുന്ന ഭാഗത്തുണ്ട്. അപ്പോൾ ഹ്യൂമിഡിറ്റി ടെമ്പറേച്ചറും കൂടുന്ന അവസ്ഥയിൽ അത് ഫംഗസ് ബാധയ്ക്ക്, അത് ഫംഗസിൻ്റെ ഗ്രോത്തിന് പറ്റിയ ഒരു കണ്ടീഷനാണ്. അങ്ങനെയാണ് നമ്മുടെ മിൻറ്റിനകത്തൊക്കെ ഫംഗസ് പിടിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ പരിപാടി. ഒരു 3 കമ്പോണൻറ്റും കുറച്ച് കോഡും ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ കൃഷിയിടത്തിലുള്ള ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി ഡേറ്റ നമുക്ക് എടുക്കാൻ പറ്റി. അപ്പോൾ എൻ്റെ ഈ റൂഫ് ടോപ്പിലെ ഫാമിൽ കുറച്ച് IoT ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇതുപോലുള്ള കുറച്ച് പ്രോജക്ട്സ് ഒക്കെ ചെയ്യാനായിട്ട് പ്ലാനുണ്ട്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചാനലിടാം. വീഡിയോസ് മുടങ്ങാതെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സ്റ്റേ ട്യൂൺഡ്.